തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായി. തോട് വൃത്തിയാക്കുന്നതിനിടയിലാണ് അപകടം. മാരായമുട്ടം സ്വദേശി ജോയിയാണ് തോട്ടിൽ വീണത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. മാലിന്യം നീക്കം ചെയ്താൽ മാത്രമേ ഇനി പരിശോധന സാധിക്കൂ എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ടിൻഡു ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. ടിൻഡു, ഈ മാലിന്യത്തിൽ കുടുങ്ങിപ്പോയി എന്നുള്ളതാണോ? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഒപ്പം രക്ഷാപ്രവർത്തനം ഇപ്പോൾ എത്ര കണ്ട് പുരോഗമിക്കുന്നു? വീണ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു ഈ 3 പേര് ഇത്തരത്തിൽ തിരുവനന്തപുരം തമ്പാനൂര് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സമയത്ത് ഈ മരായമുട്ടം സ്വദേശി ജോയി ഇത്തരത്തിൽ ഈ തോട്ടിലേക്ക് വീഴുന്ന സമയത്ത് തോട്ടിൻ്റെ ഈ മുക്കാൽ ഭാഗം വരെ വെള്ളം, നല്ല വെള്ളം പൊങ്ങിക്കിടന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ ജോയി വീണതിന് ശേഷം ചെങ്കൽച്ചൂള യൂണിറ്റിൽ നിന്നും അതോടൊപ്പം തന്നെ ഹൗസ് ബിൽഡ് യൂണിറ്റിൽ നിന്നുമൊക്കെ ഫയർഫോഴ്സ് എത്തിയാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ ഫയർഫോഴ്സ് എത്തി നടപടികൾ ആരംഭിച്ച സമയത്താണ് മാലിന്യം നീക്കം ചെയ്തത്. അതോടുകൂടി വെള്ളം ഇറങ്ങുകയായിരുന്നു. വെള്ളം ഇപ്പോൾ ഒരാളുടെ അരയാൾ അടി പൊക്കത്തിൽ മാത്രമാണ് വെള്ളമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മാലിന്യങ്ങൾ നീക്കുന്നതാണ് ഏറ്റവും ദുസ്സഹമായ അവസ്ഥ എന്ന് പറയുന്നത്. ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ ഈ ജോയിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജോയിയുടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. 2 സ്കൂബ ഡൈവേഴ്സാണ് ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് അല്ലെങ്കിൽ ഈ ടണലിനകത്തേക്ക് ഇറങ്ങാനായിട്ട് എത്തിയിട്ടുള്ളത്. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്നും തമ്പാനൂര് റെയിൽവേ സ്റ്റേഷന് അടിഭാഗത്തു കൂടി ഒരു ടണല് കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് പോകുന്നു. ആ കിഴക്കേക്കോട്ടയിൽ നിന്നും പിന്നീട് ഡ്രൈനേജ് കുഴി വഴി പിന്നീട് അത് പാർവതി പുത്തനാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ അടിഭാഗത്ത് നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും അതോടൊപ്പം തന്നെ ഈ ജോയിയുടെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. മഴ ശക്തമായതോടെ നഗരസഭ കരാറടിസ്ഥാനത്തിൽ എടുത്ത ജീവനക്കാരനാണ് ജോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ജോയി ഇത്തരത്തിൽ ഈ തോടിൻ്റെ സിമൻറ്റ് കട്ടിയുടെ സൈഡിൽ നിന്നുകൊണ്ട് മാലിന്യങ്ങൾ മൺവെട്ടി കൊണ്ട് അതോടൊപ്പം തന്നെ കമ്പ് കൊണ്ടും വലിച്ചു നീക്കുകയായിരുന്നു. ആ സമയത്താണ് കാല് തെറ്റി വെള്ളത്തിലേക്ക് വീഴുന്ന സമയം തന്നെ പോലീസിനെ ഫയർഫോഴ്സിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഈ 10 മിനിറ്റാണ് സമയം. ആ സമയത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ജോയിയെ കാണാതായിട്ടുള്ളത്. ഈ ടണലിനകത്തേക്ക് ഇറങ്ങുന്നത് ദുർഘടമാണെന്നാണ് നിലവിൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നത്. കാരണം ടണൽ ഉള്ളിലേക്ക് പോകുന്തോറും ചെറുതായാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ടണലിനുള്ളിലേക്ക് ജോയി അകപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ മാലിന്യങ്ങൾക്കിടയിൽ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് നിലവിൽ ഇവർ ആ ഒരു നിഗമനത്തിലാണ് അന്വേഷണം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിലിപ്പോൾ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. ഈ മാലിന്യങ്ങൾ മുകൾ ഭാഗത്ത് കിടക്കുന്നതോടൊപ്പം തന്നെ ഈ വെയിറ്റുള്ള മാലിന്യങ്ങൾ, തുണി പോലുള്ള മാലിന്യങ്ങളൊക്കെ അടിഭാഗത്ത് ഒരുപാടായിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അത്തരം മാലിന്യങ്ങളെല്ലാം വലിച്ചു നീക്കിയതിന് ശേഷം മാത്രമേ ഈ ടണലിൻ്റെ ഭാഗത്തേക്കുള്ള അന്വേഷണം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് സ്കൂബ ഡൈവേഴ്സ് ഇത്തരത്തിൽ ഈ ടണലിനുള്ളിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഉള്ളിലേക്ക് പോകുന്തോറും ടണൽ വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മാലിന്യം വലിച്ചു നീക്കുക എന്നതാണ് ആദ്യം ഇവിടെ മുന്നിലുള്ള പ്രഥമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. വലിയ മുളക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടണലിനുള്ളിലേക്ക് കുത്തിയാണ് ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. അടിഭാഗത്ത് നല്ല ആഴവും ഒക്കെ ഉണ്ട്. സ്ഥലത്തിപ്പോൾ മേയർ എത്തിയിട്ടുണ്ട്, ഡെപ്യൂട്ടി മേയറൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് വളരെ വിഷമകരമായൊരവസ്ഥ. കരാർ ജീവനക്കാരനാണ്, ഒരു സാധാരണക്കാരൻ രാവിലെ ജോലിക്ക് ഇറങ്ങി വന്നിട്ട് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. നഗരസഭയുടെ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ ജോയി വീണിട്ട് മണിക്കൂർ 2 പിന്നിട്ടിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അത് ഒരുപക്ഷെ ഈ മാലിന്യം, നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആശുപത്രികൾ, ഭക്ഷണശാലകൾ, അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ, എല്ലായിടത്തു നിന്നും മാലിന്യങ്ങൾ ഇങ്ങോട്ടേക്കാണ് ആമയിഴഞ്ചാൻ തോട് വഴി ഒഴുകിയാണ്
പുറത്തേക്ക് പോകും. ആമേഴഞ്ചാൻ തോട് വഴി ഒഴുകിയാണ് ഈ പാർവതി പുത്തനാറിലേക്ക് പോകുന്നത്. പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ ഘട്ടം ഘട്ടമായിട്ട് കമ്പിവേലികൾ തിരിച്ചിട്ടുണ്ട്. ഈ കമ്പിവേലികളിൽ പല ഇടങ്ങളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമുക്ക് തമ്പാനൂർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിന് സമീപത്തും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ സമീപത്തും ഒക്കെ ഇത്തരത്തിൽ വേസ്റ്റ് ഈ തങ്ങിക്കിടക്കുന്നുണ്ട്. ഈ വേസ്റ്റാണ് ഒരുപക്ഷെ ഈ അപകടത്തിന് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കറിയാം വർഷങ്ങളായി ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് ഈ ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യം. യെസ്, മേയർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. അല്ല, നമ്മളല്ല, റെയിൽവേ കൊടുത്ത കരാറാണ്. ശരിക്കും എനിക്ക് മാധ്യമങ്ങളോട് ആദ്യം പറയാനുള്ളത് ഇതൊരു സന്ദർഭമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്. കാരണം ഞാൻ ചില വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എല്ലാ മാധ്യമങ്ങളും അല്ല, ചില ആളുകൾ ഇതിനെ കൂടി ഒരു അവസരമാക്കി എടുത്ത് നഗരസഭയെ എങ്ങനെയെങ്കിലും മോശപ്പെടുത്താനാണ്. അത് ഈ ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തരുത്. മറ്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതല്ല അതിൽ ഏതെങ്കിലും ഒരു ചാനലിലല്ല പറഞ്ഞു. ചില നറേറ്റീവുകൾ അത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതല്ലാത്ത നറേറ്റീവുകളാണ്. നിങ്ങൾക്ക് വിമർശിക്കാൻ അവസരമുണ്ട്, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അതൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രധാനമായും ഇതിൻ്റെ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ആ മനുഷ്യജീവൻ തിരിച്ചു കണ്ടെത്തുക എന്നുള്ളതാണ്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുണ്ട്, റെയിൽവേ കൊടുത്തിട്ടുള്ള കരാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല, അല്ലാതെ തന്നെ അവർ വർക്കിൻ്റെ ഭാഗമായി ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കരാറ് എടുത്തിട്ടുള്ള അതിൻ്റെ ഒരു ചുമതലപ്പെട്ട ഒരാളുണ്ടാവുമല്ലോ, അവരോടുകൂടി സംസാരിക്കാം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം. അതിൽ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിലവിൽ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്താണ്? അല്ല, ഇപ്പോൾ ഫയർഫോഴ്സുമായി സംസാരിച്ചിട്ടില്ല. ഞാൻ ബാക്കി റെയിൽവേയുമായി ബന്ധപ്പെട്ട സംസാരമാണ് നടത്തിയിട്ടുള്ളത്. 3 പേരായിരുന്നു ഇറങ്ങിയിരുന്നത്. അതിലൊരാളെയാണ് കാണാതില്ലാതെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ബാക്കി കാര്യങ്ങൾ അവരുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.